കൂട്ടുകാർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയർ പുതുവർഷമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. ഇവിടുത്തെ താരി ദേവി ടെമ്പിളിൽ വന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. പുതുവർഷമായിട്ട് ഞങ്ങൾ ദേവിയെ കാണാൻ വന്നതാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട് വശം. ഇത് നമ്മുടെ NH57 ആണ് കേട്ടോ. ഞാനും നിഷു ഫാമിലിയും പിള്ളേരും ആയിട്ട് എല്ലാവരും കൂടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത്. അന്ന് പുതുവത്സരം ആയതുകൊണ്ട് ഒരുപാട് ആളായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഉച്ചയായിട്ട്. ഇത് അവിടുത്തെ പ്രസാദമാണ്. ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ അങ്ങോട്ടെ. അപ്പോൾ അവിടുത്തെ പട്ട് ദേവിക്ക് ഇരുന്നതാണ്. പിന്നെ ആയിരിക്കുന്നത് മൊത്തം ഇവിടെ കിട്ടുന്ന എന്താ പറയുക, കടലപ്പരിപ്പും കടലപ്പൊരി, പിന്നെ നമ്മുടെ മുട്ടായി, ഒരു മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിന്, അതായത് നദിക്ക് നടുക്കാണ് കേട്ടോ ഈ അമ്പലം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് താഴ്ചയിലാണ് കേട്ടോ. അപ്പോൾ താഴത്തിറങ്ങി പോകുന്ന വഴിക്കെല്ലാം പ്രസാദമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ദാരിദേവിയുടെ മോഡലാണ്. അത് വെള്ളത്തിന് നടുക്കായിട്ട് തന്നെയാണ് കേട്ടോ, നദിക്ക് നടുക്ക്. അപ്പോൾ ഞങ്ങൾ ഒരു 2 മണിക്കൂർ കൂടുതൽ നിന്നൊക്കെയാണ് ദേവിയുടെ ആ ഭാഗത്തോട്ടുള്ള ഇതിലെത്തിയത്, ആ പാലത്തിൻ്റെ അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ കണ്ടോ, തിരക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എന്തോരം ഉണ്ടെന്നേ. രാവിലെ മുതൽ ഭയങ്കര തിരക്കായിരുന്നേ. അപ്പം ഞാൻ നേരത്തെ ഇതിന് വീഡിയോ ഇടണം, അന്നൊന്നും ആളില്ലായിരുന്നു. വർഷമായിട്ടാണ് ഭയങ്കര തിരക്ക്. കണ്ടോ എന്ത് ദൂരമാണെന്നറിയാം. ഞാൻ ഭയങ്കര ഒത്തിരി ദൂരത്തു നിന്നാണ് വന്നത്. അതും മോളിൽ നിന്ന് വന്നിട്ട് വേറൊരു സൈഡിൽ കൂടെ ഇറക്കി അങ്ങനെ വിടത്തുള്ളൂ. നേരെയുള്ള വഴി കൂടെ വരത്തില്ല, ആൾ കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുതിയതായിട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇവിടുന്ന് മോളോട്ട് കയറുന്നിടത്താണ് കേട്ടോ അമ്പലം. ദാ ഇവിടെ തന്നെ അതുകൊണ്ട് ആ കല്ലൊക്കെ കണ്ടോ, ആ ദേവി ഇരിക്കുന്നതാണേ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കൊച്ചാട്ടിന് ഇച്ചയിട്ടുന്ന് വേഗം നോക്കുന്നു. ഭാര്യ ഭർത്താവാൻ തോന്നുന്നു കേട്ടോ. സമാധാനമായിട്ട് ഭർത്താവ് ഇരുന്ന് നോക്കി കൊടുക്കുവാണേ. അങ്ങനെ ഞങ്ങൾ മോളോട്ട് തൊഴാൻ പോയി കേട്ടോ. അവിടെ വീഡിയോ ഒന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ദേവി. ദേവിക്ക് 3 രൂപങ്ങളാണുള്ളത്. അതായത് രാവിലെ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ മുഖവും, ഉച്ചയ്ക്ക് യുവതിയുടെ മുഖവും, അതായത് ബാലിക, യുവതി, വൃദ്ധ, അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 3 രൂപത്തിലാണ് ദേവിയെ കാണുന്നത്. അപ്പോൾ ദേവിയെ തൊഴുതിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കം ചെന്നാണ്. ദേവി ഭദ്രകാളി രൂപമാണ്. അപ്പോൾ ദേവി മനുഷ്യരൂപം കൊണ്ട സമയത്ത് ദേവിയുടെ സ്വന്തക്കാർ തന്നെ വധിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തല വെട്ടി മാറ്റി വെള്ളത്തിൽ അങ്ങനെ ശരീരവും തലയും കൂടെ ഒഴുക്കി വിട്ടതായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ വന്ന് അങ്ങനെ അടിഞ്ഞപ്പോഴാണ് ആരോ എടുത്ത്, അപ്പോൾ ആരാണ്ട് മുങ്ങിച്ചാവുന്നെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഒരാൾ വന്ന് എടുത്തതാണ്. അപ്പോൾ ഇറങ്ങി ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞ് ഇങ്ങ് പോരെ, ഞാൻ രക്ഷിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ഇറങ്ങി ചെന്ന്, പുള്ളിക്കാരനോ, അപ്പോൾ ആൾ ഇറങ്ങി ചെന്നിട്ട് ദേവിയെ കൊണ്ടുവന്ന് ആ നടുക്ക് തന്നെ ഒരു മലയുണ്ടായിരുന്നു, മലയിൽ കൊണ്ടുവന്നിരുത്തി. അങ്ങനെയാണത് ദേവി അവിടെ പ്രതിഷ്ഠിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്തുനിന്ന് മാറ്റിയപ്പോഴാണ് കേദാർനാഥിൽ പ്രശ്നം. കാരണം ഡാം പണിയുമ്പോൾ വെള്ളം ഉയരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൊക്കി വെക്കണമായിരുന്നു. അപ്പോൾ വെള്ളം ഉയർന്ന് ഇപ്പം നിൽക്കുന്ന ഒത്തിരി താഴെയായിരുന്നു അമ്പലം കേട്ടോ. അങ്ങനെയാണ് പിന്നെ പില്ലറ് പണിഞ്ഞ് പുതിയ അമ്പലമൊക്കെ പണിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കഥകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നദിയുടെ നടുക്ക് നിൽക്കുന്ന വളരെ അത്യപൂർവങ്ങളായിട്ടുള്ള വലിയൊരു ക്ഷേത്രത്തിലൊന്നാണിത് കേട്ടോ. അപ്പം കേദാർനാഥ്, ബദ്രീനാഥിൽ പോകുന്നവർക്കൊക്കെ ഈ അമ്പലം കാണാവേ. അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തൊഴുതു. അപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ. കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ എല്ലാവരും.